ടി.പി. ചന്ദ്രശേഖരനെ കൊന്നതിന് ശേഷം ആ കുറ്റകൃത്യത്തിൽ പങ്കില്ലെന്നാണ് CPM ആദ്യം പറഞ്ഞത്. UDF സർക്കാരിന്റെ കാലത്ത് നടന്ന അന്വേഷണത്തിലാണ് പ്രതികൾക്കുള്ള CPM പങ്ക് പുറത്തു വന്നത് എന്ന് നമുക്കറിയാം. കൊയിലാണ്ടിയിലെ കൊലപാതകത്തിൽ സത്യസന്ധവും നിഷ്പക്ഷവുമായ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. നാളെ അത് മാറ്റി പറയാനാവരുത്. ഇപ്പം തന്നെ അന്വേഷണം കൃത്യമായി നടത്തി എങ്ങനെയാണ് മരിച്ചത് എന്നതിനെ കുറിച്ച് ഒരു കണ്ടെത്തൽ അനിവാര്യമാണ് എന്ന് സർക്കാരിനെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ എക്കാലത്തും ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ള പാർട്ടിയാണ് CPM. അതാണ് അവരുടെ പാരമ്പര്യം. എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ഒരു കൊലപാതകം നടത്തി ശ്രദ്ധ തിരിച്ചുവിടുന്ന ഒരു രാഷ്ട്രീയ ശൈലിയുടെ ഉടമസ്ഥത CPMനുണ്ട് എന്നത് അനുഭവത്തിലൂടെ അറിഞ്ഞ് മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ. എന്റെ ജില്ലയായ കണ്ണൂരിൽ മാത്രം 78 പേരെ CPM കൊന്നൊടുക്കിയിട്ടുണ്ട്. എന്റെ വിവരാവകാശ എനിക്ക് കിട്ടിയ വിവരാവകാശ നിയമപ്രകാരം പിണറായി സർക്കാർ നൽകിയ കണക്കാണിത്. ഞാൻ എഴുതി കൊടുത്ത് എനിക്കതിന് ഉത്തരം കിട്ടിയതാണ്. എത്ര? ജില്ലയിലെ കണ്ണൂരിൽ മാത്രം 78 പേരെ കൊന്നൊടുക്കിയിട്ടുണ്ട്. എന്റെ ഇടതും വലതും നിന്ന 26-28 ചെറുപ്പക്കാരെ വെട്ടിക്കൊന്നിട്ടുണ്ട്. അവരുടെയൊക്കെ മൃതദേഹം ഏറ്റുവാങ്ങിയ ദുഃഖം പേറുന്ന ഒരാളാണ് ഞാൻ. മാഗി പാലത്തിൽ നിന്ന് റീത്ത് വെച്ച് ആ പ്രവർത്തകന്മാരുടെ ജഡബോഡി മൃതശരീരം ഏറ്റുവാങ്ങിയതിന്റെ ഞെട്ടുന്ന ഓർമ്മ മനസ്സിനകത്ത് ഇപ്പോഴും പച്ച പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ കണ്ണൂരോട് വടക്കൻ മലബാറിൽ CPMന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അക്രമ രാഷ്ട്രീയമാണ്. അത് സ്വന്തം പാർട്ടിക്കാർക്കെതിരായാലും ഈ പ്രതിയോഗികൾക്കെതിരായാലും ഒരേ തന്ത്രം ഉപയോഗിക്കുന്ന പാർട്ടിയാണ് CPM എന്നതുകൊണ്ട് ഈ കേസിന്റെ അകത്തുള്ള അന്വേഷണം, ഇപ്പൊ നടക്കുന്ന ഈ കൊയിലാണ്ടിയിലെ കേസിന്റെ അകത്തുള്ള അന്വേഷണം വളരെ സത്യസന്ധമായി നടത്തി യഥാർത്ഥ പ്രതികളെ ബുക്ക് ചെയ്യാനുള്ള നടപടിയുമായി ഗവൺമെന്റ് മുമ്പോട്ട് പോകണം എന്നാണ് ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്. അര ഡസനിലധികം തവണ CPMന്റെ കൊലക്കത്തിയിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട ആളാണ് ഞാൻ. 1/2 ഡസൻ ചാൻസ് എനിക്കെതിരെ ഉണ്ടായിരുന്നു. ഞാൻ രക്ഷപ്പെട്ടതാണ്. ആയുസിന്റെ നീളം കൊണ്ട് രക്ഷപ്പെട്ടതാ. 6 തവണ എനിക്കെതിരെ അക്രമം ഉണ്ടായിരുന്നു. 3 അംബാസഡർക്കാർ കത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നാശനഷ്ടങ്ങൾ എനിക്ക് വരുത്തിയിട്ടുണ്ട്. ഞാൻ ഇറങ്ങിപ്പോകുമ്പോൾ എന്റെ അമ്മ വരാന്തയിലിരുന്ന് കാണുന്ന ദൂരം വരെ നോക്കും. കാരണം മകൻ തിരിച്ചു വരുമോ എന്ന ആശങ്കയിലായിരുന്നു അമ്മ. അത്തരമൊരു ജില്ലയിലെ രാഷ്ട്രീയത്തിൽ വളർന്നു വന്നവരാ ഞങ്ങളൊക്കെ. CPMന്റെ തനിനിറം നമുക്കറിയാം. അതുകൊണ്ട് എന്ത് വൃത്തികേടും കാണിക്കാൻ മനസ്സിന് യാതൊരു കോട്ടവുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് ഇപ്പൊ വന്നിരിക്കുന്ന ഈ കൊലപാതകത്തിന്റെ അകത്തും വളരെ ഗൌരവമായ അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. കുഞ്ഞനന്തന്റെ കേസിന്റെ അകത്ത് നാടിലുള്ള മുഴുവൻ ആളുകൾക്കും CPMകാർക്ക് അടക്കം സംശയമുണ്ട് മനസ്സിൽ. ആ സംശയം തീർക്കാനുള്ള ഉത്തരവാദിത്വം ഇടതുപക്ഷ സർക്കാരിനുണ്ട്. അതുകൊണ്ട് കുഞ്ഞനന്തന്റെ മരണത്തെക്കുറിച്ച് ഒരു പുനരന്വേഷണം നടത്താൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറാകണം. ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇനിയും മനുഷ്യജീവൻ ഒടുക്കുന്ന കൊലക്കത്തി രാഷ്ട്രീയം CPM ഉപേക്ഷിക്കണമെന്ന് സ്നേഹപുരസരം CPMോട് ഞാൻ അപേക്ഷിക്കുകയാണ്. എത്ര കാലം അക്രമ രാഷ്ട്രീയ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും ജനാധിപത്യ സംവിധാനത്തിൽ? അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ കൊലക്കത്തി താഴെ വെക്കൂ, അക്രമം താഴെ വെക്കൂ. കൊലപാതകമാണ് രാഷ്ട്രീയത്തിന്റെ പ്രതിവിധി എന്ന ചിന്ത മനസ്സിൽ നിന്ന് മാറ്റാൻ CPM തയ്യാറാകണം എന്ന് ഞാൻ സ്നേഹപുരസരം പറയാണ്. അതൊന്ന് സ്വീകരിക്കണമെന്ന് ഞാൻ CPMന്റെ നേതാക്കന്മാരോട് ഞാൻ വലിയ പുരസരം അപേക്ഷിക്കുന്നു.